പിന്നെ കുറച്ച് ദിവസമായിട്ട് 2-3 മാസം മുന്നൊക്കെ ഞാൻ 2-3 ദിവസമായിട്ട് പീഡനവീരൻ അറസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസൊക്കെ ഭയങ്കര വൈറലായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതിനിപ്പോൾ മറുപടി തരാൻ വേണ്ടി വന്നതല്ല. കാതക്കരിപ്പൊടിക്കുള്ള മറുപടിയൊക്കെ ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ ബോഡിയൊക്കെ ഒന്ന് പറ്റ ക്ഷീണിച്ച് കിടക്കുന്നൊരു അവസ്ഥയിലാണ്. അപ്പോൾ ഭക്ഷണമൊന്നും മര്യാദക്കാവാത്തതുകൊണ്ട് ബോഡിയൊക്കെ അത്രയ്ക്ക് ക്ഷീണിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഞാനിതിനുള്ള മറുപടിയൊക്കെ തരുന്നുണ്ട് കാതറെ. അത് എന്നോട് തന്നെ വേണ്ടി പറയാൻ വേണ്ടി എടുത്തതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരും. ഈ പറഞ്ഞല്ലോ, ഞാൻ കാരണം ഒരുപാട് പെൺകുട്ടികളുടെ ജീവൻ നശിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഞാൻ നശിപ്പിക്കുന്നൊരു വീരനാണ്. എൻ്റെ വീട്ടുകാരെ എനിക്കതിന് സപ്പോർട്ടാണ്. അതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനാണോ അവരുടെ ജീവിതം നശിപ്പിച്ചത്, അല്ലാതെ അവരാണോ എൻ്റെ ജീവിതം നശിപ്പിച്ചതെന്നുള്ളത് താമസിയാതെ ഈ അറിയും. ഞാൻ തെളിവ് ഹാജരാക്കാൻ തയ്യാറാണ്. അനക്ക് 1-2 പേര് പറഞ്ഞ മറുപടി മാത്രമേ എനിക്കറിയൂ, അല്ലേ? ഇതിൻ്റെ പിന്നാമ്പുറത്തുള്ള അറിയില്ല. ചിലപ്പോൾ ഞാൻ പറയുന്നുണ്ടാവും അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ വാഗുകൊണ്ട് പച്ച നുണകൾ മാത്രമേ പറയുള്ളൂ. ഞാൻ പറയുന്നത് പോട്ടെ, അവളുടെ വീട്ടുകാർ പറയുന്നത്, അതേപോലെ ന്യൂസ് ചാനലുകൾ പറയുന്നത് എനിക്ക് കേൾക്കാം. ഞാൻ തെളിവ് എനിക്ക് ഹാജരാക്കി തരാം. തുടക്കം സഫ്നയിൽ നിന്ന് തന്നെയാണ്. ഇയാളല്ലോ ഫസ്റ്റ് സഫ്ന എന്നുള്ളൊരു പെൺകുട്ടിയെ നശിപ്പിച്ചിട്ട് ഞാനെന്തോ കള്ളക്കടത്ത് സംഘങ്ങൾക്ക് കൊടുത്തു, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞേ കേട്ടു. അവളെ സെക്സ് റാക്കറ്റിന് വിൽക്കുന്നൊരു പയ്യനാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, പിന്നെ ജീവിതകാലം ജയിലിലിടും. ജുഡീഷ്യറി ഇപ്പം എൻ്റെ വാപ്പാൻ്റെ വകയൊന്നുമല്ലല്ലോ, ആണോ? പോലീസുകാർ ചിലപ്പോൾ എൻ്റെ പൈസ ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ കേസൊക്കെ എടുത്തിട്ടുണ്ടാവും. താമരശ്ശേരി പോലീസ് അത് നമ്മൾ കണ്ടതാണ്, പോട്ടെ. പക്ഷെ ജുഡീഷ്യറി അതെൻ്റെ വാപ്പാൻ്റെ വകയൊന്നുമല്ലല്ലോ കാതറെ. പിന്നെ ഈ പറഞ്ഞു തന്നെ എനിക്ക് ന്യൂസിൻ്റെ പരിപാടി മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ പിന്നിലും വേറെ വേറെ കളികളുണ്ടെന്ന് പറയുന്നത്. അതുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം പവിത്രയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണല്ലോ ഈ എനിക്കെതിരായിട്ട് തുള്ളിച്ചാടാൻ തുടങ്ങിയത്, അല്ലേ? പവിത്രയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണല്ലോ ഈ എന്നെ തുള്ളിച്ചാടുന്നത്. അപ്പോൾ പവിത്ര എന്താണ്, സഫ്ന എന്താണ്, അത് നിലമ്പൂർ കേസ് എന്താണ്, താമരശ്ശേരി കേസ് എന്താണ്, പിന്നെ വേറൊരു കേസുണ്ട്, ആ കേസ് ഫ്ലോപ്പായിപ്പോയി, പോട്ടെ, അതിന് പേര് ഞാൻ പറയുന്നില്ല. പിന്നെ പത്തനംതിട്ട കേസ് എന്താണ്, അതൊക്കെ ഞാൻ പറയും. അതിൻ്റെ എല്ലാ തെളിവും ഞാൻ ഹാജരാക്കും. താമരശ്ശേരി അല്ല, പേരാമ്പ്ര. താമരശ്ശേരി കേസ് എടുത്തൊരു പോലീസ് സ്റ്റേഷൻ മാത്രമാണ്. ഹോം സ്റ്റേഷൻ അവിടെ കേസ് കൊടുക്കാൻ പറ്റായിട്ട് താമരശ്ശേരി വന്ന് കേസ് കൊടുത്തത് വീട്ടുകാരോ നാട്ടുകാരോ അറിയാൻ പാടില്ല എന്നൊരു ധാരണ കൊണ്ട് മാത്രമാണ്. പിന്നെ മുബഷിറ, കാരണം മുബഷിറ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ എൻ്റെ ഫോണിന് ചിലപ്പോൾ വീഡിയോക്ക് ചിലപ്പോൾ കുറച്ച് ക്ലാരിറ്റി ഒക്കെ കുറവുണ്ടാവുമായിരിക്കും. കാരണം എൻ്റെ ഫോണ് പോലീസ് സ്റ്റേഷനിൽ ഞാൻ റിലീസ് ചെയ്തിട്ടില്ല. ഞാൻ ഒന്ന് ബോഡിയൊക്കെ ഒന്ന് റെഡി ആയതിന് ശേഷം എല്ലാം ചെയ്യണം എന്നുള്ള ധാരണയിൽ ഇരിക്കുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ എൻ്റെ 7 വയസ്സുള്ള ഒരു പൈതലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കാതറെ, ഞാൻ പാലും കുപ്പിയാണോ അതോ വാട്ടർ ബോട്ടിലാണോ എന്നുള്ളത് ഞാൻ സ്നേഹിച്ച വ്യക്തികളോട് ചോദിച്ചാൽ മതി. നിശാൽ പാലും കുപ്പി ആയിട്ടുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. അത് അവർ പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് സ്നേഹിച്ചതിൻ്റെ പുറത്ത് മാത്രം ആയിപ്പോയത്, അല്ലാതെ നിശാലിൻ്റെ ആണത്തം എവിടെയും വിട്ടിട്ടൊന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ തിരൂർ തന്നെ ഉണ്ട് കേട്ടോ. എനിക്ക് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ അടിച്ചോടിച്ചു. അപ്പോൾ കുറച്ചും കൂടി മുന്നേ തിരൂർ പോയിട്ട് വന്നതാണ്. എനിക്ക് അർജൻറ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ ബാങ്കിലൊക്കെ പോയിട്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ തിരൂർ തന്നെ ഉണ്ട്. പിന്നെ തിരൂർ ആരും അടിച്ചോടിച്ചിട്ടൊന്നുമില്ല. പിന്നെ എന്നോട് ആരെന്നെ തിരൂരിൽ നിന്ന് അടിച്ചോടിച്ചെന്നൊന്നും നമുക്കറിയില്ല. പിന്നെ ആ വീഡിയോൻ്റെ പൊരുൾ എന്താണെന്നുള്ളത് എനിക്കും ആ തന്ന വ്യക്തികൾക്കും നന്നായിട്ട് അറിയാം. അതിൻ്റെ വീഡിയോൻ്റെ പൊരുൾ എന്താണെന്നുള്ളത് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ഘട്ടം ഘട്ടമായിട്ട് പറയാം. എനിക്ക് വേണ്ടി 10 വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ എനിക്ക് ഒരു വീഡിയോ, ഫസ്റ്റത്തെ ഒരു വീഡിയോ, സാമ്പിൾ വീഡിയോ ഞാൻ എനിക്ക് വിട്ടുതരാം. പിന്നെ പോരാത്തന്നെ അത് വിടും. പിന്നെ ഈ പറഞ്ഞ എന്നെ പേഴ്സണലായിട്ട് അറിയില്ല എന്ന് പറഞ്ഞൊരു വിഷയം, വിശാലുമായിട്ട് പേഴ്സണലായിട്ട് ഒരു അറിവില്ല. എനിക്ക് ഏതൊരു പെൺകുട്ടികളെ അയച്ചെന്ന അറിവ് മാത്രമേ ഉള്ളൂ. എന്നെപ്പോലെ ഒരു പീഡനവീരൻ രക്ഷപ്പെടാൻ പാടില്ല, അങ്ങനെയുള്ള കുറച്ച് വാർത്തകളൊക്കെ ഞാൻ കണ്ടു. താമരശ്ശേരി അസ്രഫ് എന്ന് പറഞ്ഞ പോലീസുകാരൻ കാണിച്ചു തന്നു. അപ്പോൾ ഈ എന്നെ അറിയില്ല എന്നുള്ള ആ വോട്ടിലൊക്കെ പരിപാടിയാണ് വിട്ടേക്ക്. ഞാൻ എനിക്ക് പറഞ്ഞ് തെളിയിച്ചതാണ്. 2022 മുതൽ നിനക്ക് എന്നെ നന്നായിട്ട് അറിയാം, മനസ്സിലായോ? അത് എങ്ങനെയെന്നും ഉള്ളതും കൂടി ഞാൻ അടുത്ത വീഡിയോയിൽ ഞാനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം, മനസ്സിലായല്ലോ? തുടക്കം നമുക്ക് സഫ്നയിൽ നിന്ന് തന്നെ തുടങ്ങും. കാരണം ഞാൻ ആദ്യമായിട്ട് നശിപ്പിച്ച പെണ്ണാണല്ലോ സഫ്ന, അങ്ങനെയല്ല പറയുന്നു. ഞാൻ ആദ്യമായിട്ട് കൊണ്ടുപോയിട്ട് സെക്സ് റാക്കറ്റിന് വിറ്റ പെണ്ണാണ് സഫ്ന, അല്ലേ? പാവം, ഞാൻ അങ്ങനെയാണെന്നല്ല പറയുന്നത്. എൻ്റെ
പിന്നെ ഈ വീഡിയോ ഇടുമ്പോൾ മുഴുവനായിട്ടാണ് ഈ ക്രോപ്പ് ചെയ്തിട്ട് ചാനലുകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ടു എൻ്റെ ലൈവിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ക്രോപ്പ് ചെയ്ത് ഒരു അങ്ങാടിപ്പാട്ട് പോലെ അത് എനിക്ക് കാണിച്ചെന്ന് ആരാച്ചാൽ താമരശ്ശേരി പോലീസിൻ്റെ കസ്റ്റഡി പോയ സമയത്ത് അസ്രഫ് എന്ന് പറഞ്ഞ പോലീസുകാരൻ എന്നെ കൊടുത്തോ അല്ല അതിനനുസരിച്ചുള്ള മാമാപ്പണി മൂപ്പര് നല്ലോണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ തരുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ലൈവിൽ പലതും പറയും. കാരണം എൻ്റെ യൂട്യൂബ് എൻ്റെ ചാനൽ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കണ്ടന്റ് ആക്കുക. പിന്നെ ഈ എൻ്റെ ഉമ്മാനോട് പറഞ്ഞത് കൂട്ടിക്കൊടുക്കലാണ് പരിപാടി. കാസർഗോഡ് കൂട്ടിക്കൊടുത്ത് പൈസ ഉണ്ടാക്കുന്ന ടീം എൻ്റെ വീട്ടിലുണ്ട് എന്നുള്ള ധാരണ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. മനസ്സിലായല്ലോ. പിന്നെ 10 വീഡിയോ നല്ലത് ചെയ്യുമ്പോൾ നല്ലത് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. 10 വീഡിയോ നല്ലത് ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ പണം വാങ്ങിയിട്ടാണ് ഈ ചെയ്യുന്നത്. അത് ഇതേപോലെയുള്ള കുടുംബങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യും. പണ്ട് റിഫാ മെഹനുവിൻ്റെ വിഷയത്തിൽ ആ മേനാസിൻ്റെ കുടുംബത്തിനായിട്ട് നേരിട്ട് ചെന്നത് ഉണ്ടാക്കിയ അലമ്പ് ഞങ്ങൾ നന്നായിട്ട് കണ്ടതാണ്. കാരണം അന്ന് എൻ്റെ വിഷയത്തിൽ 2022 എന്നോട് എനിക്ക് വെറുപ്പൊന്നും. അതിന് മുന്നേ ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. സത്യമായിട്ട് ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നൊരു വ്യക്തിയാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ വീഡിയോസ്. ഞാൻ വിചാരിച്ചെന്താ ഒരു നട്ടലുള്ളൊരു മാധ്യമ പ്രവർത്തകൻ, പിന്നെ സുഡാപ്പിൻ്റെ പേരൊക്കെ പറഞ്ഞ് ജയിലിൽ പോവുക കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഓൻ നല്ലതായിരിക്കും പറയുന്നുണ്ടാവുക മറ്റുള്ള കാര്യങ്ങൾ. പക്ഷെ 2022 എനിക്കൊരു അനുഭവം വന്നപ്പോൾ ഞാൻ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചപ്പോൾ ഈ പറഞ്ഞ കാര്യം അതോടുകൂടി എന്നെ വെറുത്തു. വെറുപ്പ് ഇപ്പം ഞാൻ വെറുത്തോണ്ട് ഇപ്പം ഞാനപ്പോൾ എൻ്റെ അമ്മേൻ്റെ മോനൊന്നുമല്ല. വെറുത്തോണ്ട് അവിടെ കഴിഞ്ഞു. ഞാനിപ്പോൾ എൻ്റെ അമ്മേൻ്റെ മോനൊന്നുമല്ല കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ശരിക്കും കോലം കെട്ടിക്കണു. എന്താ വെച്ചാൽ കാക്കനാട് ജയിലിൽ ഞാൻ ഭക്ഷണം എനിക്ക് പിടിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജയിലിൽ നിന്ന് പോണ സമയത്ത് 92 കിലോ ഉണ്ടായിരുന്നു. ഞാൻ കാക്കനാട് ജയിലിലെത്തപ്പോൾ അത് 63 കിലോ ഉണ്ടായി. ഭക്ഷണം പിടിക്കാത്തതുകൊണ്ടാണ്. കാരണം രാത്രിയൊക്കെ ചിലപ്പോൾ കറിയൊന്നും പറ്റാതായി വരുമ്പോൾ ചോറും വെളിച്ചെണ്ണയും ഉപ്പൊക്കെ കൂട്ടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ ഞാൻ മറുപടി പറയിപ്പിക്കും. എൻ്റെ കൂടെ നടക്കുന്ന പെൺകുട്ടികളെ നീ ഭദ്രമായിട്ട് പിടിച്ചോ. കാരണം എന്താ അറിയോ, എൻ്റെ പേരിൽ കേസ് കൊടുത്ത് തെളിവുകൾ ഞാൻ ഹാജരാക്കുന്ന സമയത്ത് മാളത്തിൽ വിളിക്കാൻ സാധ്യതയുണ്ട്, പുറത്ത് വരാതിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവർക്കൊക്കെ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ച് ഞാൻ ചതിപ്പെടുത്തി എന്ന് ആണ് ഇപ്പോൾ പറയുന്നത് ഞാൻ കേട്ടത്. നിഷാൽ അഹമ്മദ് അല്ലെങ്കിൽ ഷാലൂസ് എന്ന് പറഞ്ഞ എൻ്റെ ഐഡിയ ആണ്. നിഷാൽ ഏതെങ്കിലും ഒരു പെണ്ണിന് അങ്ങോട്ട് മെസ്സേജ് അയച്ച് നമുക്ക് തെളിയിക്കാൻ പറ്റും. ഇന്നോ ഇന്നലെ അയച്ച മെസ്സേജ് അല്ല. മുന്നോട്ട് ബാക്കോട്ട് പോയിട്ട് ആ മെസ്സേജുകൾ നോക്കും. നിഷാൽ ഒരു മെസ്സേജ് അയച്ചിട്ട് ഒരു പെണ്ണിന് കോണ്ടാക്ട് ചെയ്തു എന്ന് ഈ തെളിയിച്ചാൽ എൻ്റെ വീടിൻ്റെ ഉമ്മർത്ത് വാലാട്ടി നിൽക്കും ഞാൻ. മനസ്സിലായോ? എൻ്റെ വീടിൻ്റെ ഉമ്മർത്ത് വാലാട്ടി നിൽക്കും. പിന്നെ എന്താ വേറെ എന്തൊക്കെ പറയുന്നത് കേട്ടോ. എന്താടാ ഈ പറഞ്ഞേ? ഇന്നലെ വിളിച്ച് മെസ്സേജ് അയച്ചപ്പോൾ പറയും എന്നെ തല്ലാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ ഒരു അടി ഉറപ്പാണ്. അത് എഴുതി വെച്ചോട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് ഒരു അടി ഉറപ്പാണ്. അത് എൻ്റെ വീഡിയോ ഇട്ടതിനോ എൻ്റെ വീട്ടുകാരെ പറഞ്ഞതിനോ നല്ല അടി. എനിക്ക് അടി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 7 വയസ്സുള്ള എൻ്റെ പൈതലിനെ പറ്റി തമ്മാടുത്താൻ പറഞ്ഞത് അടി ഉറപ്പാണ്. അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷൻ കൊടുത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ കാര്യങ്ങൾ ഉറപ്പിൻ്റെ വെച്ചതിൻ്റെ പേരിലോ ഞാൻ ജയിലിൽ പോകേണ്ടി വന്നാലും പോകും. കാരണം 143 ദിവസം കിടക്കാൻ പറ്റി എനിക്ക്. ഒരു 45 ദിവസം കിടക്കാൻ പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. എൻജോയ് ചെയ്തിട്ട് തന്നെ ഞാൻ കിടക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? എൻജോയ് ആയിട്ട് തന്നെ കിടക്കും. പിന്നെ എൻ്റെ പേരിൽ എടുത്ത കേസുകൾ മൊത്തം BNS 64 ആണ്. അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളൊരു കേസ്. അത് ഹൈക്കോടതിയിൽ ഇപ്പോൾ നമ്മൾ കേസും അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും ഹാജരാക്കുമ്പോൾ ഹൈക്കോടതി തള്ളിപ്പോകാവുന്ന കേസുകളുണ്ട്. പക്ഷെ റിമാൻഡ് ചെയ്യപ്പെട്ടത് റിമാൻഡ് ചെയ്യപ്പെടുക ചെയ്യും. പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന വ്യക്തികളെല്ലാം മാരീഡായിരുന്നു. മനസ്സിലായോ? മാരീഡായിരുന്നു. ഇപ്പോൾ ഞാനതിനെ പറ്റിയൊക്കെ പറയും. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ ഫോണിൻ്റെ ഒക്കെ ഒരു സൗകര്യക്കുറവൊക്കെ ഉണ്ട്. ശരിക്കും നന്നായിട്ട് സൗകര്യക്കുറവുണ്ട്. പിന്നെ എൻ്റെ മൈൻഡ് സെറ്റായി വരുന്നേ ഉള്ളൂ. ഉറക്കൊന്നും റെഡി ആവുന്നില്ല. അങ്ങനെ സ്ലീപ്പിംഗ് പിൽസ് കുടിച്ചിട്ട് അതിന് ഉറങ്ങിയിരുന്നു. അതൊക്കെ ഒന്ന് വിത്തൗട്ട് കൺട്രോൾ ചെയ്ത് ഞാൻ വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു കാലതാമസം ഉണ്ടാവും. ശരിക്കൊക്കെ മെലിഞ്ഞിട്ടൊക്കെ കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ തരും. ഇപ്പോൾ സ്പെയിനിൽ വിളിച്ച പവിത്രക്ക് അടക്കം പവിത്രയും ഞാനും എന്താ പ്രശ്നം, കോഴിക്കോട് സബ് ജയിലിൽ വന്നിട്ട് എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കേസുകളൊന്നും വരില്ലാന്ന് സുഖമായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി
ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകൾക്ക് ഈ ഉത്തരം പറയാമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പോയത്. അതിനനുസരിച്ച് ഞാൻ ജഡ്ജിക്ക് പരാതി എഴുതിയോ എല്ലാം ഞാൻ കൊണ്ടുവന്നതിൻ്റെ ശേഷം ഒറ്റ തന്തക്കാണെങ്കിൽ ഒറ്റ തന്തക്ക് ഈ കാസർഗോഡ് പിറന്ന നായിൻ്റെ മോനാണെങ്കിൽ ഇതൊരു കാര്യം ചെയ്യണം. തെളിവുകൾ നിരത്തിയിട്ട് എൻ്റെ കൂടെ ബാധിക്കാൻ പാടില്ല. തെളിവുകൾ നിരത്തി എൻ്റെ കൂടെ വേഗം. അല്ലാണ്ട് ആളുകൾക്ക് പൈസ കൊടുത്തിട്ട് അവൻ്റെ പേരിൽ പോയി കേസ് കൊടുക്കും. ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, 10,000 രൂപ തരാം, അല്ലെങ്കിൽ അങ്ങനെ ആക്കിത്തരാം, ഇങ്ങനെ ആക്കിത്തരാം, പ്രായപൂർത്തിയാകത്ത പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ച് ഭീഷണിപ്പെടുത്തും. ഇതൊക്കെയല്ല എൻ്റെ പരിപാടി. ഇല്ലയെന്ന് ഈ പറയണ്ട, റെക്കോർഡ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇല്ലയെന്ന് പറഞ്ഞാൽ ഞാൻ ഓൺ ദ സ്പോട്ടിൽ ആ റെക്കോർഡ് പബ്ലിഷ് ചെയ്യും. ഓൺ ദ സ്പോട്ടിൽ ഞാൻ ആ റെക്കോർഡ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഇല്ലയെന്ന് ഈ പറയണ്ട. പിന്നെ ഈ വീഡിയോസ് ഇട്ടോ. ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞു ഞാൻ ഭീഷണിപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ എന്താ എൻ്റെ അമ്മായിനെ കൊണ്ടുപോയിട്ട് ഒക്കത്ത് വെച്ചെന്നാണ് എല്ലാം പറഞ്ഞായി. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ഉമ്മാനെയോ എൻ്റെ ഭാര്യനെയോ എൻ്റെ വീട്ടിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ പോലും ഞാൻ പറയില്ല. പെണ്ണായി ജനിച്ച ഒരു മനുഷ്യനെ പോലും ഞാൻ അതിനെപ്പറ്റി കുറ്റം പറയില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജയിലിൽ കിടന്ന സമയത്ത് എൻ്റെ വീട്ടുകാരായിട്ട് കാട്ടിയ പരിപാടി, അവർ അനുഭവിച്ച കണ്ണീര് ഞാൻ ഉണ്ടാവും. കാരണം ഈ ചെയ്യുന്നത് അമ്മാടിത്തരത്തിന് ഇപ്പോൾ അവരെ വിളിച്ച് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം എന്ത് ലോട്ടറി തട്ടിപ്പ് എന്തോ പെട്ടിട്ടൊക്കെ കിടക്കുന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പോലും പഠിച്ചോഎനിക്കറിയാം. മനസ്സിലായോ? ലോട്ടറി തട്ടിപ്പ്, അതേപോലെ ഉടായിപ്പ് എൻ്റെ ശീലമാണ്. അത് വിടാം. അതാണ് നാട്ടുകാർ പഞ്ഞി കയറി ഓഫീസിൽ കയറി പഞ്ഞി കിട്ടതും മറ്റേ പരിപാടി ചെയ്തതും നാട്ടുകാർ തല്ലി ഓടിച്ചതൊക്കെ അതിനാണ്. എനക്ക് അടിയിട്ട കാര്യം ഇന്ന് തിരൂർ പോലീസ് സ്റ്റേഷനിൽ അടി കിട്ടിയ കാര്യം പറഞ്ഞു. തിരൂരിനെ തല്ലി ഓടിച്ചു നിശാലിനെ. പോലീസിൻ്റെ മേത്ത് കൈ വെച്ചാൽ പോലീസുകാരടിക്കും, അത് ഉറപ്പാണ്. പോലീസിൻ്റെ മേത്ത് കൈ വെച്ചാൽ പോലീസുകാരടിക്കും, അത് ഉറപ്പിച്ച കാര്യമാണ്. അത് എന്തിനാ കൈ വെച്ചെന്നുള്ളത് ഈ അന്വേഷിച്ചു. വീഡിയോ മാത്രമല്ല ഈ കണ്ടിട്ടുള്ളൂ, ബാക്കിയുള്ള മുന്നേ നടന്ന വീഡിയോ ഈ കണ്ടിട്ടില്ലല്ലോ. ഞാൻ സ്നേഹിച്ച പെണ്ണിനെ എൻ്റെ മുന്നിൽ വെച്ച് തമ്മാടിത്തരം പറയുമ്പോൾ പല്ലടിച്ച് തന്നെ പോയിക്കും. അതിന് കാക്കിൻ്റെ കാര്യമൊന്നുമില്ല. അത് പിന്നെ CI വന്ന് സോൾവ് ആക്കി, അങ്ങോട്ടില്ല ഇങ്ങോട്ടുമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്ടു. അതൊന്നും ഈ അറിഞ്ഞിട്ടില്ലല്ലോ. അതൊന്നും അറിയാൻ അതിന് നേരെ ഇവിടെ പൈസക്ക് വാങ്ങിയതിൽ നന്ദി ചെയ്യണ്ടേ? അതിനൊക്കെ എന്താ ആർട്ടിൻ്റെ ഓപ്പറേഷനാണ്, എന്താ വാൾവിൽ ഓട്ടെ, അതാ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെ കണ്ടു ഞാൻ. പഠിച്ചവനൊക്കെ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റി തരട്ടെ. കാരണം എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്നൊന്നും കിട്ടാണ്ടല്ല. അത് ഉറപ്പിച്ച കാര്യമാണ്. ഏത് കോണിൽ പോയി വിളിച്ചാലും എൻ്റെ പൈതലിനെ പറ്റി പറഞ്ഞു. ഇത് എൻ്റെ കുട്ടിയാന്നൊക്കെ എൻ്റെ പെങ്ങളുടെ മോളെ എൻ്റെ കുട്ടിയായിട്ട് കൂട്ടുന്നുണ്ട്. എൻ്റെ കുട്ടിയുടെ കൂടെ ഞാൻ എൻ്റെ മോളെ പോലെ നോക്കുന്നത്. അതെനിക്കറിയില്ല. ഞാൻ മോളെ പോലെ തന്നെ നോക്കുന്നത്. ജനിച്ചു വീണ സമയം മുതൽ ഞാൻ എൻ്റെ മോളെ പോലെ തന്നെ നോക്കുന്നത്. അത് ഇനി എങ്ങനെ പറഞ്ഞാലും എൻ്റെ മോളാന്ന് ഈ പറഞ്ഞാലും എനിക്കതൊരു കുഴപ്പമില്ല, ഒരു ചുക്കുമില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ മോളെപ്പോലെ തന്നെയാണ് ഞാൻ നോക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിനുള്ള മറുപടി കാര്യങ്ങളും ഡീറ്റെയിലും ഫസ്റ്റ് ഞാനും തമ്മിലുള്ള ബന്ധം, വ്യക്തിപരമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞിടത്തും വ്യക്തിപരമായിട്ട് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നു. പിന്നെ ഇവൻ്റെ വാക്ക് കേട്ട് നിങ്ങൾക്ക് എൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ താല്പര്യമുണ്ടോ? നിങ്ങൾ കേസ് കൊടുക്കാം. പക്ഷെ കോടതിയിൽ എത്തുന്ന സമയത്ത് നിങ്ങൾ മാളത്തിൽ ഒതുക്കരുത്. എനിക്കത്രേ പറയാനുള്ളൂ. കോടതിയിൽ എത്തുന്ന സമയത്ത്, കാരണം പോലീസും റിമാൻഡും അതവിടെ തീരുന്ന വിഷയമാണ്. കേസ് പോലീസ് ഇതവിടെ തീരുന്ന വിഷയമാണ്. പെണ്ണ് പോയി പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആണിൻ്റെ പേരിൽ കേസ് എടുക്കൽ സ്വാഭാവികം. പെണ്ണിപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. പെണ്ണിനെ ഇപ്പോൾ പോയിട്ട് ഞാൻ പേടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോലും, പേടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോലും പോലീസ് കേസ് എടുക്കും, റിമാൻഡ് ചെയ്യും. ഇതിൻ്റെ ശേഷം ഈ 3 കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ശേഷം പിന്നെ കോടതി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കോടതിയിലാണ് നമ്മൾ കോടതിയിൽ തന്നെ നമ്മൾ നേരിടും. മനസ്സിലായോ? എൻ്റെ പേരിൽ കേസ് കൊടുത്ത എല്ലാ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചാറ്റിയ ചാറ്റും നിങ്ങൾ എനിക്ക് അയച്ച ഫോട്ടോസും അയച്ച വോയിസുകളും മെസ്സേജുകളും എല്ലാം ഭദ്രമായിട്ട് തന്നെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എന്നത് ഡ്യൂപ്ലിക്കേറ്റ് സിമ്മൊക്കെ എടുത്ത് വന്നിട്ടേ ഉള്ളൂ. കാരണം എന്താ പറയുക, കുറേ എണ്ണം തപ്പിപ്പിടിക്കാണ്ടേ, അപ്പോൾ അതൊക്കെ എടുക്കണ്ടേ. അതൊക്കെ എടുത്തിട്ട് ഞാൻ വരും, ഓരോന്ന് എണ്ണി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കാതറെ നമുക്ക് തുടങ്ങാൻ കേട്ടോ, തുടങ്ങുന്നുണ്ട്. ഇൻഷാ അല്ലാ തുടങ്ങണം. കാരണം എന്താ അറിയാം, ഞാൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് എന്താ ഈ പറഞ്ഞ് ഞാൻ ഈ ഫോണ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ജയിലിൽ ഫോണുണ്ടടാ, കോൾ ചെയ്യാനുള്ള ഫോണുണ്ട്. മനസ്സിലായോ? കോഴിക്കോട് 30 മിനിറ്റ് 35 മിനിറ്റ് ഡെയിലി കോൾ ചെയ്യാം, വീട്ടിലോട്ട് കോൾ ചെയ്യാം. പിന്നെ ഇൻ്റർവ്യൂ ഉണ്ട്. വർഗീയത പറഞ്ഞ അകത്ത് കയറി എന്നോട് ഇപ്പം ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. വർഗീയത മതങ്ങളെ തമ്മിൽ തല്ലിക്കാൻ നോക്കിയിട്ട് കേസൊക്കെ കൊടുത്ത് ജയിലിൽ പോയ കഥയൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പം എന്നോട് ഞാനെങ്കിൽ പറയേണ്ട ആവശ്യമുണ്ട്. ജയിലിൽ ഫോൺ എന്താ
പവിത്രയും ഈയൊക്കെ പറഞ്ഞത് വിശാൽ ജയിലിൽ നിന്ന് ഫോൺ യൂസ് ചെയ്യുന്നു, സൂപ്രണ്ട് ഇത് കാണുന്നില്ലേ, അല്ലെങ്കിൽ സൂപ്രണ്ട് ഇത് കേൾക്കുന്നില്ലേ, ഇതൊക്കെയാണ് പറഞ്ഞത്. ജയിലിൽ ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. കോളുണ്ട്, ഗവൺമെൻറ് അംഗീകരിച്ച നിയമത്തിലൂടെ തന്നെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ജയിലിലുണ്ട്. പിന്നെ എന്താ ഉണ്ട തിന്നുക, ഉണ്ടൊന്നുമല്ല കേട്ടോ, നല്ല ഫുഡ് തന്നെ. പക്ഷെ ഞാൻ ഈ മീനും മട്ടനൊന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്കത് പിടിച്ചില്ല എന്ന് മാത്രം. വല്ലപ്പോഴും ചിക്കൻ ബിരിയാണിയും അതേപോലത്തൊക്കെ വരുമ്പോഴാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ കമ്പി എണ്ണുന്നത്, അവിടെ കമ്പി എണ്ണേണ്ട ആവശ്യമില്ല. കാരണം സെല്ലിൽ ടി വി ഉണ്ട്, ഓരോ സെല്ലിലും ടി വി ഉണ്ട്. ന്യൂസിന് ന്യൂസ് കേൾക്കാം, പാട്ടിന് പാട്ട് കേൾക്കാം, വാർത്തക്ക് വാർത്ത കേൾക്കാം. വാർത്ത ന്യൂസ് ഒന്നല്ല. പിന്നെന്താ സിനിമയ്ക്ക് സിനിമ കാണാം, ഫൈനൽ കാണാം, എന്തെല്ലാം ചെയ്യാം, അതൊക്കെ ഉണ്ട്. പിന്നെ ക്യാരംസ് ബോർഡുണ്ട്, ചെസ് ബോർഡുണ്ട്, എല്ലതും ഉണ്ട്. കമ്പി എണ്ണിയിരിക്കുന്നത് എൻ്റെ ആവശ്യമില്ല. കമ്പി എണ്ണേണ്ട ആവശ്യമില്ല. പുറത്തൊരു ചെറിയ ഒരു ഗേറ്റ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഏത് ഗുണാണ്ട് ജയിലിലാണ് കിടന്നെന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ കിടന്ന ജയിലിലാണ്. പിന്നെ ഈ എന്തോ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഈ വിളിച്ചു പറഞ്ഞിട്ടാണ് എൻ്റെ ഫോൺ കട്ടാക്കി എന്നുള്ളൊരു സംഭവം ഞാൻ കേട്ടു. അത്രക്കൊക്കെ പോയിട്ടുണ്ട് എനിക്ക്. ശോ എൻ്റെ വീഡിയോസും റെക്കോർഡും പുറത്തു തരായിരുന്നത് എൻ്റെ ആധാർ കാർഡ് ലിങ്ക് ചെയ്യാത്തൊരു പ്രശ്നം കൊണ്ടാണ്. അല്ലാണ്ട് എൻ്റെ പൊന്നാര മോനെ എൻ്റെതോ പവിത്രയുടെയോ കളി കൊണ്ടൊന്നുമല്ല. ഒച്ചക്ക് ഓപ്പണായിട്ട് പറഞ്ഞുതരാം. എന്നിട്ടും ഞാൻ 3 മിനിറ്റ് വീട്ടിൽ കോൾ 14 ദിവസം കൂടുമ്പോൾ എനിക്കൊരു ഫ്രീ കോൾ കിട്ടുന്നുണ്ട്. ആ സൂപ്രണ്ട് സാർ പാവം ചെയ്തെന്ന ഉപകാരം ഞാൻ വീട്ടിൽ വിളിക്കുന്നുണ്ട്. ആഴ്ചയിൽ 2 പ്രാവശ്യം വീട്ടിൽ തിരൂരിൽ നിന്ന് എറണാകുളം വരെ ഇൻ്റർവ്യൂ ഇടുന്നുണ്ട്, കോഴിക്കോട് നിന്ന് അങ്ങനെ തന്നെ. പിന്നെ ഇതെന്താ പറഞ്ഞ് കോഴിക്കോട് പോലീസുകാരായിട്ട് തല്ലിച്ചത് ഒരു പോലീസ്, അസ്രഫ് എന്ന് പറഞ്ഞ പോലീസുകാരനാണോ ഷാമാണെന്ന് തോന്നുന്നു, വെളുത്തിട്ടൊരു പോലീസുകാരാണ്. അറസ്റ്റ് ചെയ്യുമ്പോൾ നിശാലല്ലേന്ന് ചോദിച്ചാൽ അതേതാണ് കലങ്ങ് വെച്ചു, ഫോൺ വാങ്ങി. അപ്പോൾ ഈ കേസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ കേരള പറഞ്ഞിട്ട് പുറത്തേക്കൊരു അടി. വണ്ടിയിലിരുന്നുള്ള ഫയർ എന്നെ റിമാൻഡ് ചെയ്യുന്ന വരെയുള്ള ഫയർ ഞാൻ തീർത്തിട്ടുണ്ട് അവിടെ. അവരോട് ചോദിച്ചു നോക്ക്, വിളിച്ചിട്ട് ചോദിച്ചു നോക്ക്, അവിടെ സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദിച്ചു നോക്ക്, നിശാൽ എങ്ങനെയാണ് നിങ്ങളോട് കോർപ്പറേറ്റ് ചെയ്തത്. പിന്നെ എൻ്റെ മൊബൈലിൽ നിന്ന് എന്തോ വീഡിയോസ് കിട്ടി, ഒരുപാട് നഗ്നമായ വീഡിയോസ് എനിക്ക് കിട്ടി. എൻ്റെ മൊബൈലിൻ്റെ പാസ്വേഡ് ഞാൻ പോലീസുകാർക്കൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നെ എൻ്റെ മൊബൈലിൻ്റെ പാസ്വേഡ് ആരും തുറന്നു കൊടുത്തു, അത് ഞാൻ അറിഞ്ഞു. കാരണം എൻ്റെ പേഴ്സണൽ പാസ്വേഡ് ഓർമ്മയുള്ള ഒരു വ്യക്തിയില്ല, അവരാൾക്ക് കൊടുക്കൂല എൻ്റെ ഫോൺ. അതാരോ പോയി തുറന്നു കൊടുത്തത്രേ. എന്താണ് പേരാമ്പ്ര കേസ് കൊടുത്തവൾ പോയി തുറന്നു കൊടുത്തു, ഇതാണ് നിശാലിൻ്റെ പാസ്വേഡ്. അത് കണ്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയത്രേ. കാരണം എന്താ പറയുക, ഒരുപാട് പെൺകുട്ടികളുടെ നഗ്നമായ വീഡിയോസ് ചെയ്യുന്ന ഫോണാണ്. അങ്ങനെ ഫോൺ കിട്ടിയിട്ടില്ലെങ്കിൽ ഫോൺ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഫയൽ ചെയ്യുന്നു അസ്രഫ് എന്ന് പറഞ്ഞ പോലീസുകാരൻ പറഞ്ഞപ്പോൾ ഞാനത് നേരെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയിട്ട് എന്നെ ഫസ്റ്റ് കയറുമ്പോൾ തല്ലിയെന്നു, മോശമായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞിട്ട് ഞാനവിടെ കേസ് ഫയൽ ചെയ്തു. പോരാത്തതിന് ഞാൻ ഈ വിഷയം കൂടി പറഞ്ഞു. എൻ്റെ മൊബൈലിൻ്റെ പാസ്വേഡ് അവർ ചോദിക്കുന്നുണ്ട്. എൻ്റെ മുൻ കാമുകിയുമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും അതിലുണ്ട് നിലമ്പൂരത്ത്. അപ്പോൾ അത് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് രസം പിടിക്കും. എന്തിനാ നമ്മൾ രസം പിടിക്കാൻ പോലീസുകാർക്ക് ഇട്ട് കൊടുക്കുന്നു? കോടതിയുടെ നിയന്ത്രണത്തിൽ ഒരു ലേഡീസ് ഉദ്യോഗസ്ഥയായിട്ടൊരു വ്യക്തിക്ക് എൻ്റെ പാസ്വേഡ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അന്ന് താമരശ്ശേരി ജേക്സൺ ജഡ്ജ് പറഞ്ഞത് ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല അവിടെ. പിന്നെ എൻ്റെ പാസ്വേഡ് തുറന്നു കൊടുത്ത് പോലീസുകാർ കിട്ടിയോന്നുള്ളത് ഞാൻ സ്വിച്ച് ഓഫ്, ഫോണിൽ ചാർജ് തീരാനായിരുന്നു. അന്നത്ര 6% ചാർജ് തീരാനായി. ചാർജ് തീരാനായപ്പോൾ അപ്പോഴാണ് എൻ്റെ കോള് വരുന്നത്. അവനെ കിട്ടിയോ സാറേ ഞാൻ കേൾക്കുന്നുണ്ട്, നീ വിളിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. എന്നെ ഇങ്ങനെ ഫോട്ടോ എടുത്തൊക്കെ കാണിച്ചു തരുന്നുണ്ടല്ലോ, എന്നെ കിട്ടിയോ സാറേ എന്നാണ്. കിട്ടാതെ എവിടെ പോകാനോ? കാരണം അവൾ വിളിച്ചു വരുത്തി പിടിപ്പിച്ചു കൊടുത്തതല്ലേ, കിട്ടാതെ എവിടെയും പോകില്ലല്ലോ. ആ വിളിപ്പിച്ച് വരുത്തിയത് എന്തിനാണ് എന്നുള്ളത് സഫ്നയുടേത് കഴിഞ്ഞിട്ടും മുബഷിറയുടേത് കഴിഞ്ഞിട്ടും നിലമ്പൂർ കേസിൻ്റെ കഴിഞ്ഞിട്ടും ഞാനത് പറയുന്നുണ്ട്. അപ്പോൾ വിളിച്ചു വരുത്തിയത് എന്നെ എന്തിനാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. ഈ മനസ്സിലായിട്ട് തെറ്റ് തിരുത്തും എന്നുള്ള ഉറപ്പൊന്നുമില്ല. കാരണം നല്ല തന്തക്ക് പറഞ്ഞതൊക്കെ മാന്യത ഉണ്ടാവും, അതെന്തായാലും അനക്കില്ല, അതെനിക്ക് മനസ്സിലായി. നല്ല തന്തക്ക് പറഞ്ഞാലേ മാന്യത ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അതെനിക്കില്ലാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. പിന്നെ ഫോർമാലിറ്റിക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ കണ്ടു എൻ്റെ അന്തിയും നിൽക്കുന്ന ഫോട്ടോ ഞാൻ കണ്ടു. തന്തനെ കണ്ടിട്ട് കുറച്ച് പ്രായമൊക്കെ തോന്നുന്നുണ്ട്. പാവം, ചിലപ്പോൾ ഒന്നും അറിയണ്ടല്ലോ ഈ ആട്ടിക്കൂടുന്ന കുട്ടികൾ. എൻ്റെ ഭാര്യ ഞാൻ പറയുന്നില്ല, പോട്ടെ, ഭാര്യമാരും കിട്ടില്ലെന്ന് പറയുന്നില്ല, എന്തിനാ പറയുന്നത്? അങ്ങനെ പറഞ്ഞാൽ ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം മനസ്സിലാക്കാതെ ഞാൻ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും തെളിവ് അടക്കം ഞാൻ ഹാജരാക്കുന്നത്. എനിക്കെതിരായിട്ട് ഒരു 4 ഫോട്ടോസ് അല്ലാതെ എനിക്ക് ഹാജരാക്കാനായിട്ട്, ഈ നിശാലിനെതിരായിട്ട് എനിക്ക് എന്ത് തെളിവാണ് ഹാജരാക്കാനുള്ളത്? എനിക്കെതിരായിട്ട് എന്ത് തെളിവാണ് എനിക്ക് ഹാജരാക്കാനുള്ളത്? ആ തെളിവ് ഹാജരാക്കും.
എനിക്കെതിരായിട്ട് അല്ലെങ്കിൽ എന്നെ നാണം കെടുത്താനോ അല്ലെങ്കിൽ എന്നെ പിടിക്കാനോ ഉള്ള എതിരായിട്ട് ഈ എന്ത് തെളിവ് എനിക്ക് ഹാജരാക്കാനുണ്ട് അതൊന്ന് ഈ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഹെൽപ്പായി. പക്ഷേ ഇവർക്കെതിരായിട്ടുള്ള തെളിവുകൾ ഞാൻ ഡയറക്റ്റ് മറ്റന്നാളെ മുതൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് ആ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ തുടങ്ങും. അതൊക്കെ ഞാൻ തുടങ്ങുന്നുണ്ട്. അന്ന് ഞാൻ ഹാജരാക്കും. തുടക്കം മുതൽ ഒടുക്കം വരെ ഉള്ളത്, പത്തനംതിട്ട വരെ ഉള്ളത് ഞാൻ ഒടുക്കം മുതൽ ഹാജരാക്കും. അന്നേരം കൈ രണ്ടും മാപ്പോട്ട് നോക്കിയിട്ട് നോടിക്കരുത്. എന്തിനാണെന്നറിയോ? കൂടാതെ നമുക്ക് വേറെ പണി ഞാൻ വരുന്നുണ്ട്. പണി എന്തെങ്കിലും തരും. ആ പണി എഴുതി വെച്ചോ. ഇനിയിപ്പോൾ ഏതൊരു ACPക്ക് വിളിച്ചിട്ട് ഡയറക്റ്റ് അഭിമുഖ സംഭാഷണത്തിലൂടെ എന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു. അവിടെ ഒരു പെണ്ണിന് പരാതി പോലീസ് സ്റ്റേഷൻ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ SP ഓഫീസിൽ പോയിട്ട് അത് ഫോർവേഡ് ചെയ്ത് അവിടെ കേസ് എടുക്കപ്പെടും. അതിനിപ്പോൾ എൻ്റെ ഹോൾഡിൻ്റെ ആവശ്യമൊന്നുമില്ല. പെണ്ണിൻ്റെ പരാതി വന്നാൽ ആദ്യം FIR ഇട്ടതിൻ്റെ ശേഷം മാത്രമേ അതിനെ അന്വേഷിക്കണം എന്നാണ് കോടതി ഉത്തരവ്. പെണ്ണിൻ്റെ പരാതി എത്തിയാൽ കോടതിയുടെ ഉത്തരവ് FIR ഇട്ടതിന് ശേഷം അന്വേഷിക്കാവും. മനസ്സിലായി? വിശദമായ അന്വേഷണം നടത്തല്. അപ്പോൾ അതെൻ്റെ ഹോൾഡ് കൊണ്ടൊന്നല്ല, കേസെടുക്കും. മനസ്സിലായി? കേസെടുക്കും. പിന്നെ കേസ് എടുപ്പിക്കാൻ വിട്ടത് 1000 രൂപ 1200 രൂപ ഒക്കെ കൊടുത്ത് വിട്ട കഥകളൊക്കെ കുറേ ഉണ്ട്. അതൊക്കെ വരും. പക്ഷെ ആ വ്യക്തിനെ ഞാൻ പറയുന്നില്ല. കാരണം വ്യക്തിനെ ഞാൻ പറഞ്ഞത് വ്യക്തി പിന്നീട് എനിക്ക് ഒരുപാട് ഹെൽപ്പാക്കിയിട്ടുണ്ട്. ആ വ്യക്തിക്ക് തെറ്റുപറ്റി പോയതാണ് എന്നുള്ളത് എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വ്യക്തിനോട് ക്ഷമിച്ചിട്ടുമുണ്ട്. പിന്നെ ആ വ്യക്തിയും ഞാനും തമ്മിൽ പേഴ്സണലായിട്ട് യാതൊരു പ്രശ്നമില്ല. ഈ ആ വ്യക്തിനെ വിളിച്ച് വട്ടം തിരിച്ചതാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. എന്താ പെൺകുട്ടിൻ്റെ നഗ്നമായ വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്, ഓൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ ആ പെൺകുട്ടിനെ പേടിപ്പിച്ചതുകൊണ്ട് ആ പെൺകുട്ടി ചെയ്തു പോയതാണ്. ആ പെൺകുട്ടിനെ ഞാനൊന്നും പറയുന്നില്ല. പിന്നെ പത്തനംതിട്ടത്തെ കേസ് അത് എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം, പയ്യെ പറഞ്ഞു. പിന്നെന്താ ഗോൾഡും മാലയും വളയൊക്കെ എടുത്ത് പോകുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ ബാപ്പ ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടുവച്ച് ഉണ്ടായിരുന്നു. എൻ്റെ ബാപ്പ കൊണ്ടുപോയി. ഇതിൽ മയക്കുമരുന്ന് കേസ്, വിശാലിൻ്റെ പേരിൽ എവിടെയാണ് മയക്കുമരുന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? എൻ്റെ പേരിൽ ഇതുവരെ ഒരു മയക്കുമരുന്ന് കേസ്. ഞാൻ സിഗരറ്റ് വലിക്കും, അത് ഞാൻ എല്ലായിടത്തും പറഞ്ഞു. ഞാൻ സിഗരറ്റ് നന്നായിട്ട് വലിച്ചു തന്നാൽ ചിലപ്പോൾ ഒരു പാക്കറ്റൊക്കെ ഇരുന്ന് വലിക്കും. സിഗരറ്റൊക്കെ ഉള്ള ഓപ്പണായിട്ട് പറയും. സിഗരറ്റ് വലിക്കുന്നതും MDMA തമ്മിൽ എന്തോരം വ്യത്യാസമുള്ളത്. സിഗരറ്റ് വലിക്കുന്നതും MDMA തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, കഞ്ചാവ് വലിക്കാരനാണ്. ഞാൻ പറഞ്ഞാൽ കഞ്ചാവ് ഞാൻ കണ്ടിട്ടില്ല, MDMA ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ലൈഫിൽ ഞാൻ ആ സാധനങ്ങൾ കണ്ടിട്ടില്ല. കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ല. എന്തിനാ വെറുതെ? അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. എനിക്ക് അതുപോലത്തെ കമ്പനിക്കാരും ഇല്ല. പക്ഷെ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയും. എൻ്റെ കാര്യങ്ങൾ പറയാനുള്ളതൊക്കെ പറയും. ഇൻഷാ അല്ലാഹ് പയ്യെ ഞാൻ പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. പിന്നെ ഇതുപോലൊരു മറുപടി വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല എങ്കിൽ പിന്നെ ഞാനൊരു ഊമ്പനാന്ന് വിചാരിച്ചു. ഇതിനൊന്നും മറുപടി ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ വെറും ഊമ്പനാന്ന് വിചാരിച്ചു. അതുകൊണ്ട് മാത്രം ചിലപ്പോൾ എനിക്കങ്ങനെ ഒരു ധാരണ ഉണ്ടാവും. അത് ഞാൻ മാറ്റിത്തരാം. ഊമ്പനാന്നുള്ളൊരു ധാരണ എനിക്ക് നന്നായിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് മാറ്റിത്തരാം. പിന്നെ അട്ടഹസിച്ച് പറയുന്നതൊക്കെ ഞാൻ കുറേ കണ്ടു. ഇതുപോലത്തെ ഒരു പീഡനവീരനായി വെച്ചുകൊണ്ടിരിക്കണോ, അങ്ങനെ ചെയ്യണോ, കൊട്ടേഷൻ കൊടുത്ത കഥ അതറിയോ? കോഴിക്കോട് സബ് ജയിലിൽ കിടക്കുമ്പോൾ പവിത്ര അതേപോലെ ഈ ചെയ്തിട്ടില്ല എന്ന് പച്ചയ്ക്ക് പറയുള്ളൂ. തെളിവുണ്ട്, സാക്ഷികളുമുണ്ട്. കൊട്ടേഷൻ കൊടുത്തു. താമരശ്ശേരി പോലീസ് മുഖാന്തരം ഒരു ഗുണ്ടക്ക് കൊട്ടേഷൻ കൊടുത്തു, താമരശ്ശേരി. അങ്ങനെ ഈ ഗുണ്ട ഫസ്റ്റ് ജയിലിൽ കിടക്കുന്ന ഒരുത്തനെ കാണാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ ഇട്ടു, എന്നെപ്പറ്റി അന്വേഷിക്കാൻ. അപ്പോഴാണ് ഇവൻ പറയുന്നത് എന്നെ തീർക്കാനല്ല, കാലും കയ്യോ തല്ലി ഓടിക്കാൻ വേണ്ടി പവിത്ര SIR മതം മാറി എന്നൊക്കെ പറയുന്നുണ്ട്. അള്ളാഹു പോലെ. പക്ഷെ കർണാടക ഇതാണ്. അവളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ പാസ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് അന്വേഷിച്ച് ആ റിസൾട്ടൊക്കെ കിട്ടതിൻ്റെ ശേഷം നമുക്ക് പിന്നീട് വരാം. അവൾ കൊട്ടേഷൻ കൊടുത്തു. താമരശ്ശേരി പോലീസിൽ ഡാൻസ് ആപ്പിലുള്ള ആളെ പേരെന്തായിരുന്നു? അയ്യോ, ചെങ്ങായി ഉണ്ടായിരുന്നു ഡാൻസ് ആപ്പിൽ. ആളെ പേര് ഞാൻ മറന്നു കേട്ടോ. ഏതോ ഒരു പോലീസുകാരൻ കൊടുത്താണല്ലോ താമരശ്ശേരിയുള്ളൊരു ഗുണ്ടൻ്റെ കൈയും കാലം ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ കൈയും കാലം തല്ലി ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ വന്ന് ഇൻ്റർവ്യൂ ഇട്ടിട്ട് അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ തല്ലാൻ വേണ്ടി കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. ആളെങ്ങനെയാണെന്ന് വെച്ചാൽ അവനെ തൊട്ട് കഴിഞ്ഞാൽ ആദ്യം അന്നെ ഞാൻ അടിക്കുമെന്നാണ് ജയിലിൽ കിടക്കുന്ന ആ വ്യക്തി അവനോട് പറഞ്ഞു. അപ്പോഴാണ് കാര്യങ്ങൾ പോലും മനസ്സിലാകുന്നത്. അപ്പോൾ ആ വാങ്ങിയ പൈസ പോക്കലിട്ടിട്ട് പോയിക്കും, അതുകൊണ്ട് നേരോട്ട് വരണ്ട. അപ്പോൾ അത് നടപ്പിലാവാതെ കണ്ടപ്പോഴാണ് അനക്ക് അടുത്ത കേസ് എൻ്റെ നെഞ്ചത്തോട്ട് വെച്ച് തരാനുള്ള ഒരു ബുദ്ധി പൈസ കൊടുത്തിട്ട് എനിക്ക് തോന്നിയത്. അത് ഫ്ലോപ്പായി, ചീറ്റിപ്പോയി.
അത് നനഞ്ഞ പടക്കന്മാരി ചീറ്റിപ്പോയി. അതിപ്പോൾ കളമശ്ശേരി പോലീസും അതേപോലെ അതും നനഞ്ഞ പടക്കന്മാരി ചീറ്റിപ്പോയി. അല്ല, അവരെന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടൊന്നുമില്ല. ഏറ്റവും നല്ല പോലീസുകാരാണെന്ന് ഞാൻ പറയുന്നത്. കാരണം എന്നെ കൊണ്ടുപോയ അന്ന് മുതലും എന്നെ പിന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടും ബാക്കിയുള്ള ആൾക്ക് CI ആയാലും സ്റ്റാഫായാലും കേസ് അന്വേഷിക്കുന്ന മേഡായാലും ഒരു നല്ല രീതിയിൽ അനുസരിക്കുന്നു. താമരശ്ശേരി പോലീസ് വരെയൊന്നുമല്ല, ഏറ്റവും നല്ല സ്വഭാവത്തിൽ ദയവുള്ള. കാരണം താമരശ്ശേരി പോലീസിന് മുൻപ് ഒരു പ്രശ്നമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരിൽ ഒരു ഫേക്ക് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ആ കേസ് പൊട്ടിപ്പോയ ദേഷ്യം താമരശ്ശേരിക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ ആ പൊട്ടിപ്പോയ ദേഷ്യം അവർ ഈ പ്രാവശ്യത്തിൽ അവർ നന്നായിട്ട് തീർത്തു. പക്ഷെ കളമശ്ശേരിക്ക് എന്താ അറിയില്ല, കളമശ്ശേരി ഇതുവരെ എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. നല്ല പോലീസുകാരാണ്, നല്ല സ്വഭാവം. CI ലത്തീഫ് സാറാണെങ്കിലും കേസ് അന്വേഷിച്ച മേഡാണെങ്കിലും സത്യം പോലെ പറഞ്ഞാൽ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അറിയാം, ഈ കാര്യങ്ങൾ എല്ലാ പോലീസുകാർക്കും അറിയാം. കാരണം സത്യമാണോ അല്ലേ എന്നുള്ള കഥകളൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും പെണ്ണിൻ്റെ ഭാഗം നിൽക്കും. കാരണം പെണ്ണ് കരഞ്ഞാൽ ലോകം കീഴടക്കാന്നല്ലേ, ആണ് കരഞ്ഞാൽ ആരും കാണൂലല്ലോ. അങ്ങനെയല്ല. അവിടുത്തെ പോലീസുകാരൊക്കെ മാന്യമായിട്ട് തന്നെ എന്നോട് സംസാരിച്ചതും എന്നോട് പ്രവർത്തിച്ചതും കാര്യങ്ങളൊക്കെ. ഒരാൾ പോലും പിന്നെ എന്നെ തല്ലിയിട്ടൊക്കെയാണ് പോലീസുകാർ കൊണ്ടുവരുന്നത്. എന്നെ കൊണ്ടുവന്നത് മാഹി എന്ന് പറഞ്ഞൊരു സാറാണ്, കോഴിക്കോട് നിന്ന് കൊണ്ടുവന്നത്. മാഹി എന്ന് പറഞ്ഞിട്ടൊരു SI സാറാണ്. മാഹി 3 സാറ് വരുന്നത്. അവരും ഞാനും അറിഞ്ഞിട്ടില്ല എന്നെ തല്ലിയെന്നുള്ളത്. എൻ്റെ ഉമ്മാനോട് സംസാരിക്കാൻ സമ്മതിച്ചില്ല, പിടിച്ചു വലിച്ചു കൊണ്ടുപോയി, അല്ലെങ്കിൽ ഫോൺ തന്നില്ല. ഈ വണ്ടിയിലിരിക്കുമ്പോൾ ഫോൺ വിളിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ആ ഫോൺ എൻ്റെ കയ്യിലാണ് പോലീസുകാർ തന്നിട്ട്. ഇവനെ അറിയുമോ എന്ന് ചോദിച്ചിട്ട്. ഓർമ്മണ്ട, എന്നെ അറസ്റ്റ് ചെയ്ത് പോകുമ്പോൾ രാത്രി വിളിച്ചത് ഫോൺ എടുത്തില്ല. ആ ഫോൺ എൻ്റെ കയ്യിലടാ, മനസ്സിലായോ? ആ ഫോൺ എൻ്റെ കയ്യിലാണ്. അപ്പോൾ കാദർ കരിപ്പൊടി വിളിക്കുക, രാത്രി എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടുമ്പോൾ വിളിക്കുക, മനസ്സിലായോ? ആ ഫോൺ എൻ്റെ കയ്യിലാണ്. പിന്നെന്താ, കളമശ്ശേരി പോലീസിന് പൈസ കൊടുത്തു. ആ പവിത്ര 25,000 35,000 അങ്ങനെ എന്തോ കൊടുത്തു, ഇടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. അങ്ങനെ കളമശ്ശേരി ലത്തീഫ് സാറൊക്കെ അങ്ങനെ പൈസ വാങ്ങുന്നവരാണോ നമ്മൾ അറിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു മനുഷ്യനല്ല അയാൾ. ഞാനിതുവരെ അങ്ങനെ കണ്ടിട്ടില്ല മൂപ്പര. കാരണം മൂപ്പരെ പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നും ആരും ഔദ്യോഗിക പദവിയൊന്നും ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരൊന്നും ഞാൻ അയാളെ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞു നടന്നാൽ ഞങ്ങൾക്ക് നഷ്ടം. കാരണം നിങ്ങൾ പറഞ്ഞ വോയിസ് റെക്കോർഡ് അനുസരിച്ചിട്ട് ഞാൻ കേസ് ഫയൽ ചെയ്യും, വിജിലൻസിനൊക്കെ കൊടുക്കും. അവസാനം നിങ്ങളും അവരും തമ്മിൽ തീർക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഞാൻ ഹൈക്കോടതിയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്നുണ്ട് കളമശ്ശേരി പോലീസിന് പൈസ കൊടുത്തു. താമരശ്ശേരി പോലീസിന് നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടാവും. കാരണം അത് കൊടുത്താൽ അവർ വാങ്ങും. അന്നത്തെ CI, ഇന്നത്തെ CI അല്ലട്ടാ, അന്നത്തെ CI സാർ ആരാണോ, അഭിലാഷ് സാറാണോ ആരോ അറിയില്ല. പഴയ CI ഉണ്ടായിരുന്നു. പഴയ CI പൈസ വാങ്ങിയിട്ടുണ്ടോ അത് നമുക്ക് ഉറപ്പിച്ച കാര്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പൈസ ഒന്നും വാങ്ങിയിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ അടിക്കാനും കുത്താനൊക്കെ വേണ്ടിയിട്ടാണ് പൈസ കൊടുത്തതെന്നൊക്കെയാണ് പറയുന്നത്. എന്നെ ആ ഒരു അടിയല്ലാണ്ട് വേറെ അടിച്ചിട്ടൊന്നുമില്ല. കാരണം അവർ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഈ പുതിയതായിട്ട് വരുന്ന ആളാണ്. ബാക്കി എന്ത് നിയമങ്ങളും കാര്യങ്ങളും പ്രതിയായി എന്ന് നോക്കുമ്പോൾ പ്രതിയാകുന്നത് എപ്പോഴാണ്? കോടതി ശിക്ഷ അടിച്ച് അകത്തേട്ട് വിടുമ്പോൾ മാത്രമാണ് അവൻ പ്രതിയാകുന്നത്. അതുവരെ ആരോപിതം മാത്രമാണ്. കുറ്റങ്ങൾ ആരെ പേരിൽ അടിച്ചാക്ഷേപിച്ച് പറയാനും ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. കുറ്റപ്രതിയാണ്. കാരണം കോടതിയിൽ എത്തുന്ന സമയത്ത് പോലും വിലങ്ങയക്കണം. കോടതിയിൽ എത്തുന്ന സമയത്ത് പ്രതിയുടെ കയ്യിൽ വിലങ്ങ് പാടില്ല. കാരണം എന്താ, അവൻ പ്രതിയല്ല. കോടതിയുടെ മുമ്പിൽ അവൻ കുറ്റാരോപിതം മാത്രമാണ്. കോടതി ശിക്ഷ വിധിച്ച് സെൻട്രൽ ജയിലിലോട്ട് വിടുന്ന സമയത്താണ്. പിന്നെ റിമാൻഡ് കിടക്കുന്ന ശിക്ഷയാണ് എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ശിക്ഷാപ്രതികൾക്കാണ് റിമാൻഡിലുള്ളതെന്ന് നമ്മൾ അവിടെ റിമാൻഡ് കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ അടുത്തൊരു യൂട്യൂബർ അവിടെ വന്നിരുന്നു. എന്താ മൂപ്പരുടെ പേര്? വിശാൽ മീഡിയ. മൂപ്പരുടെ പേര് എന്തൊരു വീഡിയോ ചെയ്തതിൻ്റെ പേര്. മൂപ്പര് ഞാൻ കണ്ട് സംസാരിച്ചിരുന്നു. മൂപ്പരും 36 37 ദിവസത്തോളം മൂപ്പരും കിടന്നിട്ട് മൂപ്പര് പോയിട്ടുണ്ട്. ഞാൻ വരുന്നതിനൊരു മൂപ്പര് ഇറങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്നു. മനസ്സിലായോ? ഒന്നരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. എനിക്ക് ജാമ്യം കിട്ടാതായത് ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ വക്കീലൊരു കളി കളിച്ചാണ്. ആദ്യത്തെ ഒരു വക്കീലൊരു കളി കളിച്ചാണ് സാധിക്കുക. അതിനുള്ള മറുപടി വേറെ പോട്ടെ. എനിക്ക് ജാമ്യം ഹൈക്കോടതി ഒരു കണ്ടീഷനും ഇല്ലാണ്ട് ജാമ്യം എനിക്ക് അനുവദിച്ചു തന്നിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ആ കേസ് എങ്ങനെ പോയി എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് കണ്ടീഷൻ ഇല്ലാതെ എനിക്ക് തന്നെ തന്നിട്ടുണ്ട്. ഇനി എനിക്ക് നോക്കാനുള്ള കേസ് എന്ന് വെച്ചാൽ പത്തനംതിട്ടയും നിലമ്പൂരും മാത്രം. അത് മാത്രമേ എനിക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. വേറെ കേസുകളൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതിന് ഞാൻ എവിടെ അറ്റം വേണമെങ്കിലും ഞാൻ പോകും. നിലമ്പൂരും താമരശ്ശേരിയിൽ അവിടെ കൊടുത്ത കേസും സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാൽ പോലും ഞാൻ പോകും. ഇപ്പം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താൻ പറ്റിയത് എൻ്റെ ഒരു കുറച്ച് ദിവസങ്ങളും എൻ്റെ തടി നല്ല ഫാറ്റ് ചെയ്യുന്നു. നല്ല തടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എൻ്റെ കോലം കെടുത്തി കളയാൻ അങ്ങനെ പറ്റുള്ളൂ. വിത്തിൻ 10 days അത്രയേ ഉള്ളൂ.
എൻ്റെ ശരീരം പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ എൻ്റെ സന്തോഷം പിടിച്ചെടുക്കാൻ എനിക്ക് അത്രയുള്ളൂ. കാരണം ഇതിനെക്കാട്ടി വലിയ തകർച്ച നിശാലിൻ്റെ ലൈഫിൽ വന്ന് നിശാൽ തോറ്റിട്ടില്ല. കാരണം നിശാൽ എനിക്ക് ശരിക്കും അറിയാത്തതുകൊണ്ട് നിശാൽ ചത്തിട്ടില്ല എങ്കിൽ മരണം വരെ മുന്നിൽ കണ്ടിട്ട് ആ മരണത്തിൽ നിന്ന് പോലും രക്ഷപ്പെട്ട് നിശാൽ പിന്നെയും കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എനിക്കിത് തകർച്ചയല്ല, പിടിച്ച് കയറി തന്നെ വരും. ഇതൊന്നും പിന്നെ ഞാൻ വലിയൊരു യൂട്യൂബറാണ്. ഞാൻ യൂട്യൂബർ ഒന്നല്ല എൻ്റെ പൊന്നാര ചെങ്ങായി കാതറ. എനിക്കത് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ കാര്യങ്ങൾ പറയാൻ എനിക്കൊരു പബ്ലിക് പ്ലാറ്റ്ഫോം അത്രയേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അതേ ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് ഞാൻ പൈസയ്ക്ക് വേണ്ടി യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസ എപ്പോഴും ഞാൻ എടുത്തിട്ടില്ല. ഉള്ള പറയാമല്ലോ, അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ പൈസ എപ്പോഴും ഞാൻ എടുത്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് കോഴിക്കോട് ജയിലിൽ കിടക്കുമ്പോൾ ലാസ്റ്റ് പൈസ കയറി ഞാൻ അറിഞ്ഞിട്ടില്ല. വീട്ടുകാർ പറയാം പൈസ കയറിയിട്ടുണ്ട് കിട്ടുമോ എന്ന്. ആയിക്കോട്ടെ, ഞാൻ എടുത്തിട്ട് പോലും എനിക്ക് അതിനുള്ള പൈസ വേണ്ട. കാരണം എൻ്റെ കാര്യം മാന്യമായിട്ടുള്ള പൈസ ഉണ്ട്. പിന്നെന്താ ഞാനൊരു ബിസിനസ് തുടങ്ങാൻ നിന്നിട്ടുണ്ട്. അത് പവിത്ര ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറയും. അതിപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ലല്ലോ. പിന്നെ ബാഡ് കമൻറ്റ് ഇടാൻ വരുന്നത് പ്രധാന കാരണം കേട്ടോ. ഇടുമ്പോൾ നല്ല നീളത്തിൽ തന്നെ ഇടണം. ബാഡ് കമൻറ്റ് ഇടുന്ന സമയത്ത് നല്ല നീളത്തിൽ തന്നെ ഇടണം. കാരണം വെണ്ടക്ക അക്ഷരത്തിൽ നിങ്ങൾ കാണണം. ഫേക്ക് ഐ ഡിയിലല്ല, ഒറിജിനൽ ഐ ഡി ഒന്നുമില്ല. ഈ വെണ്ടക്ക അക്ഷരത്തിൽ നിങ്ങൾ ഇടുന്ന ബാഡ് കമൻറ്റ് കാണും. കാരണം അത് കണ്ടിട്ട് വേണമെങ്കിൽ ആസ്വദിക്കും. അറിയാമല്ലോ, ആ ബാഡ് കമൻറ്റ് കണ്ടിട്ട് വേണം കാതറയ്ക്ക് ആസ്വദിക്കും. ഈ എന്താ പിന്നെ കൂലിക്ക് ആളെ വെച്ച് ബാഡ് കമൻറ്റ് ഇടിപ്പിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ഫേക്ക് ഐ ഡിയിൽ നിന്ന് ഒരേപോലത്തെ കമൻറ്റുകൾ വരുന്നുണ്ടല്ലോ. ഒരേ ഫേക്ക് ഐ ഡിയിൽ നിന്ന് ഒരേപോലത്തെ കമൻറ്റുകൾ. എന്തുവാടേ, എന്താ അയൽഐ ഡി? ഞാനുണ്ട് അതിൽ അയൽഐ ഡി എന്ന് വന്നൊരു വോയിസ് റെക്കോർഡായി. ഞാനുണ്ട്, ഇവളുണ്ട്, അവളുണ്ട്, ഇവളും ഉണ്ട്. ഞങ്ങൾ 4 പേരുണ്ട്. ഈ 4 പേരും മാളത്തിൽ ഒളിക്കും. ആ വോയിസ് റെക്കോർഡ് വിട്ട വ്യക്തിനോട് പറയാനുള്ളത്, ഈ 4 പേര് നിങ്ങളെ ഞാൻ മാളത്തിൽ ഒളിപ്പിക്കും. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾ കെട്ടിയവനെ വിളിച്ചിട്ട് നിങ്ങളെ ഊമ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഞാൻ തരുന്നുണ്ട്. പലിശയുടെ പലിശയും തീർത്ത് തരുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ കാണാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ, ഒരിക്കലും ഞാൻ നല്ലവനാവാൻ ചമയാനോ വേണ്ടിയിട്ടൊന്നുമല്ല ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യങ്ങൾ നിങ്ങൾ കൂടി മനസ്സിലാക്കണമല്ലോ. കാര്യങ്ങൾ നിങ്ങളും കൂടി മനസ്സിലാക്കിയാൽ എന്താണ് എങ്ങനെയാണ് കാതർ എന്താണ് നിങ്ങളതൊന്നും പറയണ്ട. കാതർ എന്താണ്, കാതർ പടച്ചോനാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടെങ്ങനെ നടക്കുന്നുണ്ടല്ലോ. കാതർ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. കാതർ എന്താണെന്നുള്ളത് ഇപ്പം എന്തൊരു ലോട്ടറി തട്ടിപ്പൊക്കെ ഉണ്ടല്ലോ അല്ലേ, നടക്കട്ടെ. വെള്ളപൂശ നടക്കണ്ട, കുറച്ചൊക്കെ നമ്മൾ അറിഞ്ഞ്. അപ്പോൾ ഇതിൽ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കാതർ എന്താണ്, കാതറും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്, അത് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. പിന്നെ അവൻ പറയല്ലേ ഞാൻ വ്യക്തിപരമായിട്ട് ബന്ധമില്ല എന്നുള്ളവൻ പറയട്ടെ, ഞാൻ എന്താണെന്നുള്ളവൻ പറയട്ടെ. അവനത് പറഞ്ഞു കഴിഞ്ഞാൽ 2022 അന്ന് എടുത്ത സ്ക്രീൻഷോട്ട്, അയച്ച മെസ്സേജിന് സ്ക്രീൻഷോട്ട്, കോൾ റെക്കോർഡ് എൻ്റെ ഫോണിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഞാൻ എടുത്ത് പുറത്തു വിടും. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എടുത്ത് പുറത്തു വിടും. മനസ്സിലായോ? 2022 നമുക്ക് കാണാം. ഞാൻ വരും, എല്ലാ കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സ്പെയിനിലിരിക്കുന്ന പവിത്രനോട് പറയാനുള്ളത്, പവിത്രേ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ടൈമായിരുന്നു ഇത്രയും കാലം. കാരണം ഞാൻ ജയിലിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജയിലിൽ നിന്ന് ഇറങ്ങിയാലല്ലേ. ഇനി എൻ്റെ കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് നീക്കുന്നത്. ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. ഞാനെപ്പറ്റി കർണാടക അന്വേഷിക്കാൻ ആൾ വിട്ടിട്ടുണ്ട്. അത് കിട്ടട്ടെ. ഹൈദരാബാദ് പോയി ഗർഭിണിയായിട്ട് വന്നിട്ട് അഗ്രഹാരത്തിൽ നിന്ന് പുറത്താക്കിയ കഥയൊക്കെ എല്ലാവർക്കും അറിയുന്നല്ലേ. അത് ഞാൻ ഒന്നുകൂടി അറിയിച്ചുതരാം. 2-3 ആൾക്കാരെ ഞാൻ വിളിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അത് പുറത്തിടട്ടെ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനും ഈ തമ്മിലുള്ള ഫിനാൻഷ്യൽ ഇടപാട്, എന്തിൻ്റെ പേരിലാണ് ഫിനാൻഷ്യൽ ഇടപാട് നടത്തിയെന്നും അത് എന്തായിരുന്നു, ഈ മനസ്സിലാക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പണം ഞാൻ തിരിച്ചു തരൂല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആ വക്കീൽ നോട്ടീസ് തീർച്ചയായിട്ടും ഈ വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കേസ് എനിക്ക് പണമല്ല വേണ്ടത്, പൈസ അല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം ഞാൻ എൻ്റെ കല്യാണം കഴിക്കുന്നത്. എന്നോട് ആരാ പറഞ്ഞ ഈ കണ്ണിൽ ലെൻസൊക്കെ വെച്ച് കോഴിക്കോട് സബ് ജയിലിൽ കാണാൻ ഇങ്ങനെ ഭംഗിയായിട്ട് വന്ന ഒരാണിനെ ഇഷ്ടപ്പെടും, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഞാൻ വരുമ്പോൾ ഒരു ആനക്കുട്ടി ഉരുണ്ട് വരുന്നത്. ഇൻ്റർവ്യൂ കാണാൻ പോയപ്പോൾ ഒരു ആനക്കുട്ടി കൂടെ വരാൻ മുബസ്സിറ എൻ്റെ പേരിൽ ആദ്യമായിട്ട് വ്യാജ പരാതി കൊടുത്തു. എത്ര 9 മാസം ഗർഭിണി. ഞാൻ ഗൾഫിൽ നിന്ന് എത്തിയിട്ട് 5 മാസം, 7 മാസം ഗർഭിണി. അവൾ പോലീസ് സ്റ്റേഷനിൽ പൊട്ടിക്കറിയാണ്. എൻ്റെ കുട്ടിയാണ് അവൻ്റെ വയറ്റിലുള്ളത്, 7 മാസം ഗർഭിണിയാണ്. അങ്ങനെ അവളുടെ ലാബ് റിപ്പോർട്ട് എടുത്തിട്ട് സ്കാനിങ് റിപ്പോർട്ടായിട്ട് വരാൻ പറഞ്ഞു. നോക്കുമ്പോൾ 7 മാസം 22 ദിവസം. ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് വെറും 3.5 മാസം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലീസുകാരനോട്, അന്നുണ്ടായിരുന്ന ഒരു മാഡം ഉണ്ടായിരുന്നു, എന്തായിരുന്നു ലതാ മാഡം. അന്ന് അവിടെ SI ആയിട്ട് ചെയ്യുന്നു. ലതാ മാഡത്തിനോട് പറഞ്ഞു, മാഡം
ഞാൻ ഈ റോക്കറ്റ് വെച്ച് അടിച്ചാൽ പോലും എനിക്കിങ്ങനെ ആക്കാൻ കഴിയില്ല. അപ്പോൾ അത് ഓടി, അവിടെ നിന്ന് ഓടി. പിന്നുള്ള പരാതി എന്താ, ഞാൻ വീട്ടിൽ അതിക്രമിച്ച് കയറി. എന്താണ് അതിക്രമിച്ച് കയറി എന്നുള്ള പരാതി. ആ പരാതിയൊക്കെ അവള് തന്നെ പോയി പിൻവലിച്ച് അവള് തന്നെ കോടതിയിൽ പോയിട്ട് പറഞ്ഞു എനിക്ക് പരാതിയില്ല. കാരണം എന്താ വെച്ചാൽ പരാതി കൊടുത്ത് പോയാൽ മൂഞ്ചിപ്പോ, അത് ഓക്ക് നന്നായിട്ട് അറിയാം. പിന്നെ പക്ഷെ ഇവള് ഗർഭിണിയായിരുന്നു കേട്ടോ, സത്യമാണ് ഗർഭിണിയായിരുന്നു. നമ്മളെ കുട്ടീനെ പിന്നെ കൊന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചൈൽഡ് ലൈനൊക്കെ വിളിച്ച് യാതൊരു പ്രോഗ്രസ്സും ഇല്ല. പക്ഷെ അവള് കുട്ടീനെ കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവളെ നാട്ടുകാരും അവളെ പഴയ ഹസ്ബൻഡൊക്കെ പറയുന്നത് അവളെ കുട്ടീനെ കൊന്നു, ചിലർക്ക് കുട്ടീനെ ദത്തെടുത്ത് ഒഴിവാക്കി, അങ്ങനെ എന്തൊക്കെ പറയും. ബാംഗ്ലൂരിൽ നിന്ന് പ്രസവിച്ചു. പിന്നെ പോരാത്തിന് അനിയനെ അപ്പുറത്ത് മയക്കുമരുന്നിന് കേസ് പിടിച്ച് MDMA പിടിച്ച് താമരശ്ശേരി ഓണത്തിൻ്റെ സമയത്താണ് തോന്നുന്നത്. അല്ല സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്നാന്ന് തോന്നുന്നുണ്ട്. താമരശ്ശേരി എക്സൈസ് ആണോ പോലീസാണോ പിടിച്ചത്. എത്ര 52 ഗ്രാം MDMA യുവാവ് ബാംഗ്ലൂർ കണ്ട് ഇടയിലിട്ടിട്ട് വളഞ്ഞിട്ട് പിടിക്കുകയൊക്കെ ചെയ്തു. പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. ആ ന്യൂസിൻ്റെ പകർപ്പൊക്കെ ഞാൻ വിടുന്നുണ്ട് കുറച്ച് കേട്ടെ. ഇത്തരം തങ്കക്കൊട്ട ഫാമിലിയെ പറ്റിയുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു ഏട്ടനുണ്ട് ഭാര്യ, അവൻ നല്ലൊരു മനുഷ്യനാണ്, അവനായിട്ട് കുറ്റങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഇവന് ജാമ്യത്തിൽ ഇറങ്ങി. എൻ്റെ അനിയനെ വെറുതെ വിട്ടത് നീ അറിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പെങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ജാമ്യം കിട്ടണമെങ്കിൽ മിനിമം ഒരു വർഷം 4 മാസം മിനിമം ആവണം. ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം കൊടുക്കുന്നുമില്ല, അതാണ് ഏറ്റവും വലിയ ടിസ്റ്റ്. മയക്കുമരുന്ന് കേസിനൊന്നും ഇപ്പോൾ ജാമ്യം കൊടുക്കുന്നില്ല. അവരോട് പറയുന്നത് എന്താ, കേസ് തീർത്ത് പോവുക, ഒന്നെങ്കിൽ ശിക്ഷ അടിച്ചു പോവുക, അല്ലെങ്കിൽ കേസ് പൊട്ടിച്ചു പോവുക എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ എൻ്റെ ആങ്ങളെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണണമല്ലോ. കാരണം ഞാൻ കോഴിക്കോട് സബ് ജയിലിൽ കിടക്കുമ്പോൾ എൻ്റെ ആങ്ങളെ കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്ന് അവിടെ പറമ്പ് കളക്കാനായിട്ട് അവിടെ ജയിലിൽ വന്ന് ഞാൻ കണ്ടതാണ്. എൻ്റെ നാട്ടുകാരൊക്കെ അവിടെ ഉണ്ട്, എൻ്റെ ഏട്ടൻ്റെ കമ്പനിക്കാരൊക്കെ അവിടെ മയക്കുമരുന്ന് കേസ് പിടിച്ചിട്ട് അവിടെ ഉണ്ട്. അപ്പം ഇല്ലാന്ന് ഈ പറയണ്ട, മനസ്സിലായോ? അടിവാരത്തുള്ള എൻ്റെ ഏട്ടൻ്റെ കമ്പനിക്കാരനൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ എൻ്റെ ആങ്ങളെ ഇറങ്ങിയിട്ടൊന്നുമില്ല എന്നുള്ള നമുക്കറിയാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു നുണകളൊന്നും പറഞ്ഞിട്ട് എൻ്റെ പെങ്ങൾക്ക് മെസ്സേജ് ആക്കിയത്. എനിക്ക് എന്തെങ്കിലും മെസ്സേജ് ആക്കണമെങ്കിൽ എനിക്കയക്കി, ഞാനയക്കും, ഞാൻ കേൾക്കാനും തയ്യാറായിട്ട് ഇരിക്കുകയല്ലേ. എൻ്റെ സിമ്മ് ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ എടുക്കട്ടെ. ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഇടപാടുണ്ട്, പല കാര്യങ്ങളും കൊണ്ട് എനിക്ക് അക്കൗണ്ട് ഫ്രീസായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ജയിലായ സമയത്ത് എൻ്റെ ചെക്ക് സൈൻ ചെയ്ത് കൊടുത്തപ്പോൾ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ടാണ് എല്ലാവരും ഫണ്ട് ബ്ലോക്ക് ആയിട്ടുള്ളത്. അപ്പോൾ അതിനും കൂടി ഉള്ളൊരു മറുപടി ആകട്ടെ. ആരും ഞാൻ പൈസ പറ്റിച്ച് പോയിട്ടൊന്നുമില്ല, അങ്ങനെ ഒരു ധാരണയൊന്നും ആരും വേണ്ട. ഞാൻ 143 ദിവസം ജയിലിലായിരുന്നു. അപ്പോൾ ഞാൻ ചെക്ക് സൈൻ ചെയ്തിട്ട് പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ചെക്ക് സൈൻ ചെയ്തിട്ട് ഞാൻ എൻ്റെ പെങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് CI സാർ സൈൻ ചെയ്യാനുള്ള പെർമിഷൻ തന്നു, സൈൻ ചെയ്തു. അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്താത്തതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. രേഖപ്പെടുത്തി കഴിഞ്ഞാൽ വാല്യൂഡ് അല്ല. അങ്ങനെ സൈൻ ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ഡിപ്രഷൻ കാരണം എൻ്റെ സൈനിൽ എന്തോ ഒരു വ്യത്യാസം വന്ന സമയത്ത് ഫെഡറൽ ബാങ്കിൽ കൊണ്ടുപോയി മാനേജർ കൊടുത്ത സമയത്ത് അവർ പറഞ്ഞു ചെക്കിൽ ചെറിയ സൈൻ ചെയ്ത്. എൻ്റെ ഉമ്മ തന്നെയാണ് എൻ്റെ അക്കൗണ്ടിൻ്റെ നോമില്, എൻ്റെ ഉമ്മ തന്നെയാണ്. അപ്പോൾ പൈസ വിഡ്രോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ആ വ്യക്തി ഒന്നെങ്കിൽ വരണം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു മെയിൽ എൻ്റെക്ക് അയക്കണം. എനിക്ക് ജയിലിലായതുകൊണ്ട് എനിക്ക് മെയിൽ അയക്കാൻ പറ്റിയില്ല. അങ്ങനെ ഉമ്മാൻ്റെ നാവെന്ന് അറിയാതെ വന്നുപോയി. ഇങ്ങനെ കേസിൽ പെട്ടിട്ട് ജയിലിലാണ്. അതിൽ മാനേജർ എന്താക്കി, അക്കൗണ്ടിന് ജസ്റ്റ് ഫ്രീസ് ആക്കി വെച്ചു. പൈസ പോകണ്ടെന്ന് വെച്ചാൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രീസ് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ബാങ്കിൽ പോയപ്പോൾ മാനേജർ ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഉടനെ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ സിം ഓണാക്കുന്നുണ്ട്. സിം ഓണാക്കിയിട്ട് ഞാൻ ഫിനാൻഷ്യൽ ഇടപാട് പല ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഫിനാൻഷ്യൽ ഇടപാട് ഉണ്ടായിട്ടുണ്ട്. അത് ലീഗലായിട്ട് തന്നെ നല്ല രീതിക്ക് തന്നെ തീർത്ത് ഒഴിവാക്കാൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾ ആരും പേടിക്കണ്ട. അതിപ്പോൾ നിശാൽ പൈസ പറ്റിച്ച് പോയി, അല്ലെങ്കിൽ നിശാൽ അങ്ങനെ ആക്കി പോയി ഇങ്ങനെ ആക്കി പോയി എന്നുള്ളൊരു ധാരണ ആർക്കും വേണ്ട. എൻ്റെ കയ്യിലുള്ള പൈസയ്ക്കൊന്നും യാതൊരു കോട്ടം വന്നിട്ടില്ല. പിന്നെ എൻ്റെ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് എനിക്ക് നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റില്ല. വേറെ നമ്പർ എൻ്റെ കയ്യിലില്ല, കാരണം ഫോണിലുള്ള അതുകൊണ്ടാണ്. എൻ്റെ വീട്ടുകാർക്ക് നിങ്ങളുടെ നമ്പറൊന്നും അറിയില്ലല്ലോ. ഫിനാൻഷ്യൽ ഇടപാടുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഫണ്ട് എൻ്റെ ശ്രീലങ്കയ്ക്കുള്ള കുറച്ച് ബ്ലോക്കായി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ റെഡിയാക്കിയതിന് ശേഷം ഞാൻ നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ധൈര്യത്തിൽ എൻ്റെ യൂട്യൂബിൻ്റെ താഴെയൊക്കെ കമൻറ്റ് ചെയ്യാം, നമ്പർ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലി മെസ്സേജ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഞാനൊരു നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ നിങ്ങൾക്ക് ധൈര്യത്തിൽ മെസ്സേജ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ നമ്പറൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ആരും പേടിക്കണ്ട, ഫിനാൻഷ്യൽ ഇടപാടുകളൊക്കെ ഞാൻ കാര്യങ്ങൾ തരും. പിന്നെ വേട്ടാവളിയെ കാതർക്കരിപ്പൊടി പറയുന്നതൊന്നും കേട്ട് നിൽക്കാൻ നിൽക്കണ്ട. കാരണം എന്താ, ഞാൻ പൈസ പറ്റിച്ച് പോയി അങ്ങനെയാക്കി പോയി, എൻ്റെ അക്കൗണ്ട് ഫ്രീസായി കിടക്കുന്നു. പല സൈൻ ചെയ്തെടുത്തൊക്കെ പ്രശ്നം കൊണ്ടാണ്. പിന്നെ 143 ദിവസം ചെയ്യാം. 143 ദിവസം പറഞ്ഞാൽ എത്ര ദിവസം, 5 മാസം. 5 മാസത്തിന് മുകളിലായില്ല, 5 മാസമായിട്ട് ഞാൻ ജയിലിലായിരുന്നു. അത്
5 മാസമൊന്നും കിടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. 42 ദിവസം കൊണ്ട് ജാമ്യം കിട്ടുന്ന കേസായി. പക്ഷേ എൻ്റെ വക്കീലൊരു ഒടി തന്നത് കാരണം കൊണ്ട് എനിക്ക് അത്രയും ദിവസം കിടക്കണം. പിന്നെ ഹൈക്കോടതി വെക്കേഷൻ ബെഞ്ച് ആയതുകൊണ്ട് ജാമ്യം കിട്ടാൻ വൈകിപ്പോയി. വെക്കേഷൻ ബെഞ്ച് ആയിരുന്നു. ഞാൻ അറസ്റ്റ് ചെയ്തപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വെക്കേഷൻ ബെഞ്ച് സ്റ്റാർട്ട് ചെയ്തു. വെക്കേഷൻ ബെഞ്ച് കഴിയാനൊക്കെ നമുക്ക് ഡീറ്റെയിൽ ഹിയറിങ് വേണമായിരുന്നു. കാരണം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരുപാട് സെയിം കേസായി വന്നതുകൊണ്ട് അതിനെപ്പറ്റി വിശദമായ അന്വേഷണം, മണി ട്രാപ്പും കാര്യങ്ങളൊക്കെ പുറത്തുള്ള ടൈം എടുക്കുന്നു. അപ്പോൾ അത് മാത്രമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഞാൻ ഫിനാൻഷ്യൽ ഇടപാടുള്ളവർക്ക് ധൈര്യത്തിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. അതിന് പേടിക്കൊന്നും വേണ്ട. കാടക്കരിപ്പൊടി പറയുന്നത് നിങ്ങൾ കേൾക്കുക, അതൊക്കെ നിങ്ങൾ ഇഷ്ടം. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ലീഗലായിട്ട് തന്നെ നല്ല രീതിക്ക് തന്നെ തീർത്ത് തയ്യാറാക്കാൻ തയ്യാറാണ്. പിന്നെ അവൻ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്ക് പലർക്കും മെസ്സേജ് അയക്കുന്നുണ്ട്, പല ഫേക്കടിയിൽ നിന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ പെങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേസ് കൊടുക്കണം, അങ്ങനെ ആക്കണം. ധൈര്യത്തിൽ നിങ്ങൾ കേസ് കൊടുക്കാം. ഇപ്പോൾ പണത്തിൻ്റെ ഫിനാൻഷ്യൽ കേസാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ കേസിൻ്റെ വഴിക്ക് പോകും. പിന്നെ പൈസ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. കേസിൻ്റെ വഴിക്ക് പോകും. കേസ് ഞാൻ കോടതിയിൽ തീർക്കും, എൻ്റെ വക്കീലും തീർക്കും. പിന്നെ നിങ്ങൾക്ക് പണം കിട്ടാൻ പോകുന്നില്ല. മനസ്സിലായല്ലോ? ഞാൻ നിങ്ങളെ പറ്റിച്ച് പോയതൊന്നുമല്ല. എൻ്റെ ഈ ശ്രീലങ്കത്തെ കാര്യങ്ങൾ ഞാൻ റെഡിയാക്കാൻ നിൽക്കുന്നതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പെട്ടുപോയി. അപ്പോൾ അതും കാര്യങ്ങളുണ്ട്. പിന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഡീറ്റെയിലായിട്ട് സംസാരിക്കും. അപ്പോൾ ടാറ്റ. ആദരേ കാണാൻ നമുക്ക് കേട്ടോ.